ഇപ്പൊ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഫസ്റ്റ് പോസ്റ്റർ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഇത് ആട് 3 എന്താണ് വിന്റേജിലോട്ടാണ് പോകുന്നത് എന്താണെന്ന് ഒരു ഗ്രാഫ കിട്ടുന്നില്ല. ട്രെയിലർ ഇറങ്ങിയപ്പോൾ വേറൊരു എല്ലാം കൺഫ്യൂസ് ചെയ്ത് എന്താണ് ശരിക്കും പ്രേക്ഷകർ ആട് 3 എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു ഫൺ റൈഡ് ആണോ? തീർച്ചയായും. കാരണം ഇന്നലെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായത് നമ്മുടെ രാജാവിൻ്റെ ക്യാരക്ടറൈസേഷൻ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങൾ കണ്ടതാണ്. നമ്മുടെ സിനിമയുടെ സ്വഭാവം പൂർണ്ണമായും വെളിവാക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ്, സ്പെക്യുലേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിൽ ഫ്ലോട്ട് ആവുന്നുണ്ട്. എന്നാലും ഏറെക്കുറെ നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ് ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നത്. നിങ്ങൾക്കത് ആദ്യത്തെ പോസ്റ്റ് സെക്ഷൻ ഓഫ് പോസ്റ്റേഴ്സിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. ഒരു കാലഘട്ടത്തിൻ്റെ കഥ കൂടിയുണ്ട് നമ്മുടെ ആട് 3-ൽ. ഇത്തവണ നമ്മൾ ഒരു ടൈം ലൈനും കൂടി കൂടുതൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അപ്പം മറ്റൊരു ടൈം ലൈനിൽ ഒരു ഭൂതകാലത്തിൽ എന്ന് വിളിക്കാവുന്ന ഒരു കാലത്തിൽ ഇവരുടെ ലുക്ക് ആൻഡ് ഫീലുള്ള മറ്റൊരു കൂട്ടം പുതിയ ക്യാരക്ടേഴ്സ്, ഒരു ആട് മണ്ണിൽ എങ്ങനെ ഷാജി പാപ്പനും സർബത്ത് ഷമീറും അറക്കലും ഒക്കെ വന്നോ അതുപോലെ ഒരു കൂട്ടം ആളുകൾ കൂടി നമ്മുടെ ആടിൻ്റെ യൂണിവേഴ്സിലേക്ക് വരികയാണ്.